ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ്. നമ്മുടെ ദോശയുടെ ഇഡ്ഡലിയുടെയും വടയുടെയൊക്കെ കൂടെ തിന്നാൻ ടേസ്റ്റി ആയിട്ടൊരു ചട്നി. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ മുറി നിറയെ. അപ്പോൾ ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല എടുക്കുന്നുണ്ട്. ഒരു 2 കഷ്ണം വലിയ സൈസ് വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് നിർത്തി അരയ്ക്കാൻ നോക്കണം. ചട്നി ചൂടായി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അരച്ച ചട്നി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത് കൊടുക്കാം. ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതും ഒരു 2 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, 2 ചെറിയുള്ളി അല്ലെങ്കിൽ ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വറവ് നമുക്ക് ചട്നിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചട്നി റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.